ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഔഷധത്തിനായി ഹനുമാന്റെ ഗമനം. കൈകസി നന്ദനനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാപത്തു ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടോ വാങ്ങി നിന്നീടിനാൻ കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ ആക്കമേറും വായുപുത്രനുമന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്നാരായിക വേണമെന്നോർത്തവനും തഥാ ശാഖമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകതാവരതിയിലാരെന്നു നോക്കുവാൻ ഏകാക്കിയായി നടക്കുന്ന നേരം തത്ര രാഘവം ഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നീടിനാൻ. പിന്നെയും പാദോജ സംഭവ നന്ദനൻ ജാമ്പവാൻ മാതാ താതൻ അനുഗ്രഹം കൊണ്ടു മോഹൻ തീർന്നു. കണ്ണു മിഴിപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാതരാൽ നിന്നുടെ ജീവനുണ്ടോ കവി പുങ്കവ നന്നായതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ കണ്ണു മിഴിച്ചുകൂടാരുതിരം കൊണ്ട് നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിഭാതിമേ രാക്ഷസരാജൻ വിഭീഷണനെന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോട് ചൊല്ലുക. സത്യവിഭീഷണനായതു ഞാനടോ സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാശാരാധീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാൻ ഏറ്റമാകയാൽ മേഘനാഥസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ ആപതെല്ലാം തിരയണമിനിയടോ. ചോദിച്ചിതാശു വിഭീഷണനെന്തൊടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രി സുഗ്രീവാംഗാദാദികളാമവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സ്മിരണപുത്രനെ മോദിച്ചതെന്തേവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചിതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതീനൊക്കുമേ. സാരസ സംഭവപുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം ഞാനിതല്ലോ മരിച്ചില്ലെന്ന് വൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമയാശ്ലേഷവും ചെയ്തു ജാമ്പവൻ കൂടത്തലയിൽ മുകർന്നു ചൊല്ലിയിടിനാൻ. മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാൻ ആകുന്നവരാരുമില്ല നീ എന്നിയേ പോക വേണം നീ ഹിമവാനെയും കടൻ ആകുലമറ്റു കൈലാസശൈലത്തോളം കൈലാസ സന്നിധിയിങ്കൽ ലക്ഷഭാദ്രിമേലുണ്ടു ദിവ്യൌഷധങ്ങൾ അറിയ നീ. 4 ദിവ്യൌഷധങ്ങൾ അവറ്റിന് 4ലും നാമങ്ങൾ കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നടോ പിമ്പു സന്ധാനകരണി, 3ാമത് നല്ല സുവർണകരണി, 4ാമത് ചൊല്ലുവാൻ ഞാൻ മൃതസഞ്ജീവിനി സഖേ. 2 ശൃംഗങ്ങൾ ഉയർന്നു കാണാം അവ 2നും മധ്യേ മരുന്നുകൾ 40. ആദിത്യനോളം പ്രഭയുണ്ടു 4ലും വേദസ്വരൂപങ്ങൾ എന്നും അറിയുക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരു നദികളും രാജ്യങ്ങളും കടന്ന ആരാൽ വരിക മരുന്നുകളും കൊണ്ടും മാരുതനന്ദന പോക നീ വൈകാതെ. ഇത്തം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മഹേന്ദ്രമേറിയിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നിഹാരശൈലവും പിന്നിട്ടു വൈരന്ധ്യമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയുമളകാപുരം മേരുഗിരിയും വൃഷാഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. കാലനേമിയുടെ പുറപ്പാട്. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങുമേ മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ
നിശാചരാധീശനോട് ആരുമറിയാതെ ചെന്നു ചൊല്ലിയിടിനാൻ. ചാരവാക്യം കേട്ടു രാത്രിയും ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാർ ചിന്താവശനായി മുഹൂർത്തമിരുന്ന അന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാദികൾ കാലനേമീ ഗൃഹം പ്രാപിച്ച അളവതി വിസ്മയം പൂണ്ടവൻ അപൂർണമോദം തൊഴുതു സന്ത്രസ്തനായി അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ച നർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ ദുഃഖ നിപീഡതാകിയ രാവണൻ അക്കാലൻ നേമി തന്നോട് ചൊല്ലിയിടിനൻ. ഇക്കാല വൈഭവമെന്തു ചൊല്ലാവതും ഒക്കെ നിന്നോട് ചൊല്ലുവാനത്ര വന്നതും ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണിടിനാൻ ബോധലെ. പിന്നെ വിധിഞ്ചാസ്ത്രമേതു മമാത്മജൻ മന്നവന്മാരെയും അനരന്മാരെയും കൊന്നുരണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെന്നിപ്പറയൂ അടിപ്പിച്ചതാത്മജൻ ഇന്നു ജീവിച്ചുകൊള്ളുവാൻ മാരുത നന്ദനൻ ഔഷധത്തിനു പോയിടിനാൻ. എന്നു വിഘ്നം വരുത്തേണം അതിനു നീ നിന്നോടുപായവും ചൊല്ലാമതിനടു. താപസനായി ചെന്നു മാർഗമധ്യേ പൂക്കു പാപവിനാശനാമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞരംഗേശ്വര സാമമാമെന്നുടെ വാക്കു കേൾക്കണമേ. നിന്നെക്കുറിച്ചു മരിപ്പതീനിക്കാലം എന്നുള്ളതിലേതും മടിയില്ല നിശ്ചയം. മാരിജനക്കണക്കെ മരിപ്പാൻ മനതാരിൽ എനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞാന്തരോ ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലമെന്തു ഫലം തവ ജാനകിയെക്കൊണ്ടും ഹന്ത ജഡാത്മകനായ ദേഹം കൊണ്ടുമെന്തു ഫലം തവ ചിന്തിച്ചു കാൺകടോ. സീതയെ രാമനു കൊണ്ടു കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യൂഷസ്യുതനായ ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു സന്ധ്യാനമസ്കാരവും ചെയ്തു ശ്രീഗ്രമേ കാന്തേവ സുഖാസനം പ്രാപിച്ചു ദുഷ്ടനായി. സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനീ കണ്ടാത്മനാത്മന സാത്മോദയം കൊണ്ടു സർവലോകങ്ങളും താവരജംഗമജാതികളായുള്ള ദേവത്തിരിയങ് മനുഷ്യാദിജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യന ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായെന്തോന്ന് താത്പര്യം ഉൾക്കൊണ്ട് കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും. സൽഗുരുവോ മായ എന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിനേകത സ്വർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിതശ്വേത കൃഷ്ണാദിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളിടും. തൻ്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കും ആത്മാവിനെയവൾ. കർത്തൃത്വഭോക്തൃത്വമുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാത്മാ പരനേകനവനോട് യുക്തനായി വന്നു പുറത്തു കാണുന്നിതു. തന്നെ ആത്മാവിനെത്താൻ മറക്കുന്നീ തന്വഹമായ ഗുണവിമോഹത്തിനാൽ ബോധസ്വരൂപിയായൊരു ഗുരുവിനാൽ ബോധിതനായാൻ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി തഥാ വേണ്ടുന്നതെല്ലാം അവനു വന്നു തഥാ ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി ആദ്യപ്രവൃത്തി വിമുക്തനാത്മവിധി ജ്ഞാത്വാ നിരസ്താശയാജിത കാമനായി ധ്യാനനിരതനായി വാഴുകെന്നാൽ വരൂ ആനന്ദമേതും വികൽപ്പമില്ലോർക്കനി ധ്യാനിപ്പതിനു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനേ ഭക്തി വരവശേ നിത്യം സഗുണാനാം ദേവേനെ ആശ്രയിച്ചത്യന്തശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം ഉൽപ്പത്മകർണീകാമധ്യേ സുവർണഭി പീഠോൽപ്പലേ രത്നഗണാഞ്ചിതേ നിർമ്മലേ.
ശ്ലക്ഷണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാലവിലോചന മൈരാവതീ തുല്യപീതാംബരധരം ഹാരകിരീടകയൂരംഗദാ അങ്കുലി യോരുരത്നാഞ്ജിത കുണ്ടലന നൂപുര ചാരൂ കടകടീ സൂത്രകൗസ്തുഭം സാരസാമല്യവനമാലികാതുരം ശ്രീവത്സവക്ഷാസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹ്യധിഷ്ഠിതം സർവേശ്വരം പരം സർവബന്ധ്യം ശരണാഗതവത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു. ജന്മജന്മാന്തരം തിങ്കലുള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോന്നിഷ്ടം വൈരം വെടിഞ്ഞതി ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്കമേ ദേവം പരിപൂർണമേകം തഥാഹൃതി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാദീഹീനം പുരാണം ശിവം രാമദേവം ഭജിച്ചിടു നീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽഗളം ചേതിപ്പതീന് ഒരുമ്പെട്ടു ചൊല്ലിയിടിനാൻ നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനീ കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമിടോ. കാലനേമിവധം കാലനേമി ക്ഷണദാചരാനന്നേരൻ മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ രാക്ഷസരാജ ദുഷ്ടാത്മൻ മതിമതി രൂക്ഷ സ്വഭാവം ഇതുകൊണ്ടു കിംബലം നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പ എന്നുടെ സൽഗതിക്കെന്നു ധരിക്കമേ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിനു ഞാൻ സമുദ്യുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ വൃഷം ചെന്നിരുന്നേൻ മുനിവേഷമായി തൽക്ഷണേ കാണായി ആശ്രമമായ വിരചിതം നാനാമുനിജനസേവിതമായതും ശിഷ്യജനപരിചാരക സംയുത മൂഷ്യാശ്രമം കണ്ടു വായുതനയനും ചിന്തിച്ചു നിന്നാൻ ഇവിടെയൊരാശ്രമം എന്തുമൂലം പണ്ട് കണ്ടിട്ടുമില്ല ഞാൻ മാർഗവിഭ്രംശം വരികയോ കേവല ഓർക്കേണമെന്മനോ വിഭ്രമമല്ലനി നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു കാണാം മഹൌഷധം നിൽക്കുമത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹയാൽ ഇത്തം നിരൂപിച്ചൊരു യോജന യാതം വിസ്താരമാണ്ട മായാശ്രമാശ്രമം രംഭാവന സഗർജുര കരമാത്രി സമ്പൂർണമത്യുച്ചതോയാവാപിയുതം കാലനേമീത്രി ഈയമാചരനും തത്ര ശാലൈലെത്യുക് സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൂഢമമാറനുഷ്ഠിച്ചു ചന്ദ്രചൂടപ്രസാദം വരുത്തിയിടുവാൻ ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽപ്രാണതനയനുമിങ്ങനെ ചൊല്ലിനാൻ രാമദൂതോഹം ഹനുമാനിധി മമ നാമം പവന നന്ദനൻ രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്കും സാമോദമിന്നു പോകുന്നു തവോനിതേ ദേഹരക്ഷാർത്ഥം ഇവിടേക്കു വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ എങ്ങും ജലസ്ഥലമെന്നുരുൾ അരുൾ ചെയ്യണം എങ്ങുമേ പാർക്കരുതെന്നൻ മനോഗതം മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടിനാൻ മാമകമായ കമണ്ഡലൂസ്തം ജലമാമയം തീരുവോളം കുടിച്ചിടുക പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞെന്നുറങ്ങുക ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ്യ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവ്യക്തമായതുകൊണ്ടു ചൊല്ലിയിടുവാൻ വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തേനൊരുമിച്ചിരുന്നിടിനാൻ ഇത്തമാകർണ ചൊന്നാൻ കവിപുങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവൻ പാരം പെരുതു മേ ദാഹമതുകൊണ്ടു പോരാകമണ്ഡലു സംസ്ഥിതമാം ജലം
വായുതനയനേവം ചെന്ന നേരത്ത് മായാവിരിജിതനായ വടുവിനെ തോയകരം ചെന്നു കാട്ടിക്കൊടുക്കുന്നു. ഭൂയോ മുതാ കാലനേമിയും ചൊല്ലിനാൻ നേത്രനിമീലനം ചെയ്തു പാനീയവും പീത്വാ മമാന്തികം പ്രാപിക്കസത്വരം. എന്നാൽ നിനക്കൗഷധം കണ്ടു കിട്ടുവാൻ ഇന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്യുവാൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചൊന്നാനയച്ച വടുവിനോടും മുദ്ര കണ്ണുമടച്ചു വാപീതടം പ്രാപിച്ചു. തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരെ വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവിവീരനെ തിന്നു കളവാൻ ഒരുമ്പെട്ട നേരത്ത് കണ്ണും മിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ. ഭക്തം പിളർന്നു കണ്ടു ഒരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കവിവരൻ. ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയിതു ദേഹിയും മിന്നൽ പോലെ തഥാ അത്ഭുതം. ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോ ഹരാംഗിയാം അപ്സര സ്ത്രീമണി. വാദാത്മജനോട് ചൊന്നാളതു നേരം നിന്നുടെ കാരുണ്യമുണ്ടാകയാലിനി കിന്നു വന്നു ശാപമോഷം കവിവര. മുന്നമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നെ ശാപേന രാക്ഷസിയായതും ധന്യമാലീതിമയം നാമം മഹാമതേ മാന്യനാം നീ ഇനി ഒന്നു ധരിക്കണം. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാകലൻ രാവണപ്രേരിതനായി വന്നിരുന്നവൻ. താവക മാർഗവിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നിതു. താപസദേവഭൂ ദേവാദിഹിംസകൻ ദുഷ്ടനെ ശീഘ്രം വധിച്ചു കളഞ്ഞിനി. പൃഷ്ടമോദം ദ്രോണചർപർവ്വതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി. ക്രവ്യാത വംശമശേഷമൊടുക്കുക ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു. വാനരവീര കുശലം ഭവിക്കതെ പോയാളീ വണ്ണം പറഞ്ഞവർ മാരുതി മായാവിയാം കാലനേമി തന്നന്തികെ ചെന്നാൻ അവനോട് ചൊന്നാൻ അസുരനും വന്നിടുവാൻ ഇത്ര വൈകിയതെന്തടോ. കാല ഇനി കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്യുവാനാശുരാൻ. ദക്ഷിണയും തന്ന അഭിവാദ്യവും ചെയ്യുക ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം. തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കേ കപിവരൻ. ഒന്നടിച്ചാനതുകൊണ്ടവനും തഥ ചെന്നു പൂക്കിയിടിനാൻ ധർമ്മരാജാലയം. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധം ഔഷധവാസ വൃഷാഭാദ്രിയും കണ്ടി ഔഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പാർവതത്തെപ്പറ്റി ചേണാംഗബിംബ കണക്കേ പിടിച്ചവൻ കൊണ്ടുവന്നവനോ അവ അമ്പോടു രാഘവൻ മുന്നിൽ വെച്ചിണ്ടൽ തീർത്തിയിടിനാൻ വൻപടയ്ക്കന്നേരം. കൊണ്ടൽ നേവർണ്ണനും പ്രീതി പൂണ്ടാൻ നില കണ്ടേനു ആനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്ത് ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണം. ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയം അല്ലായികിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നീരെന്നരുൾ ചെയ്തോരനന്തരം. കുന്നൂമെടുത്തുയർത്താൻ കവിപുങ്കവൻ വന്നാൻ അരനിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടൻ. നക്തഞ്ജനേന്ദ്രിയയോഗേന രാക്ഷസർ വാരാനിധിയിൽ പീഡിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോ ഗുണം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ